ബിഗ് ബോസ് ഹൗസിലെ സേഫ് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികളെ പുറത്തു കൊണ്ടുവരാനായിട്ട് രതീഷ് ചേട്ടനും സിജോ ചേട്ടനും ഒരു പ്രാങ്ക് ഫൈറ്റ് നമ്മുടെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നടപ്പാക്കിയിരിക്കുകയാണ്. എന്ത് തന്നെയായാലും ആദ്യം ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം, നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ബിഗ് ബോസ് ഇങ്ങനെയൊരു പ്രാങ്ക് ഫൈറ്റിന് വേണ്ടിയിട്ടൊക്കെ സമ്മതിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവസരങ്ങൾ ഒരുക്കി കൊടുക്കും എന്നുള്ള കാര്യമൊന്നും നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എന്ത് തന്നെയായാലും രതീഷ് ചേട്ടൻ്റെയാണ് ഈ ഒരു ബുദ്ധി. പുള്ളിക്കാരനാണ് നമ്മുടെ ബിഗ് ബോസിനോടൊക്കെ പറയുന്നത്, അതായത് നമ്മളിങ്ങനെ പരിധി വിടുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കൺഫെഷൻ റൂമിലേക്ക് നമ്മളെ വിളിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ബിഗ് ബോസ് അതേപോലെ ചെയ്തിട്ടുണ്ട്. പ്രോമോയിൽ നിന്ന് നമുക്ക് വ്യക്തമാണത്. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് കണ്ടറിയാം, സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ പുറത്ത് വരട്ടെ. നല്ല രീതിയിൽ ഇവർ തമ്മിൽ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. എന്തിനായാലും സാധാരണ പൊതുവേ ബിഗ് ബോസ് ഇതിനൊക്കെ കൂട്ടു നിൽക്കാത്തതാണ്, പക്ഷേ ഇത് പൊളിയായിട്ടുണ്ട്. നമുക്ക് കണ്ടു തന്നെ അറിയാം, കാട്ടുതീ അല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് രതീഷ് ഏട്ടൻ പറയുന്നത്. ഇവർ രണ്ടുപേരും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് മറ്റുള്ളവരെ കബളിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താകും സ്ഥിതി എന്നുള്ള കാര്യം. എത്രത്തോളം ഈ ഒരു പ്രാങ്ക് ഫൈറ്റ് വിജയകരമാകും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അതേപോലെ തന്നെ രതീഷ് ഏട്ടൻ പറയുന്നുണ്ട്, സിജോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഇപ്പോൾ കാട്ടുതീയല്ല, പകരം കാട്ടുതീയായിട്ട് അടുത്ത് തന്നെ മാറണം, അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ഫൈറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തുതന്നെയായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ.